കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. സാമൂഹിക വ്യവസ്ഥയെ സന്തുലനം ചെയ്തു നിർത്തുന്ന കുടുംബം എന്ന സങ്കല്പത്തിൻ്റെ വർത്തമാനകാല നിയോഗമാണ് ഞങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തോടെ ലോകം ആഗോള ഗ്രാമമായി ചുരുങ്ങുമ്പോൾ മനുഷ്യൻ കടപ്പാടുകളെയും കടമകളെയും വിസ്മരിക്കുന്നു. അങ്ങനെ കുടുംബജീവിതം ശിഥിലമാകുന്നു. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരിഹാരം കാണാൻ നാം ശ്രമിക്കുമ്പോൾ കാലമേ ക്ഷമിക്കുക. വിരൽത്തുമ്പിലെ വിപ്ലവം കൊണ്ട് മനുഷ്യൻ മനുഷ്യനെ തന്നെ മറക്കുന്നുവെങ്കിൽ അത് കാലത്തിൻ്റെ നിയോഗം. വിനയപുരസ്സരം അവതരിപ്പിക്കുന്നു വിരൽ ബന്ധങ്ങൾ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: ഈപ്പച്ചൻ ജയകുമാർ KC, രാഘവൻ ബിനോയ് ഫിലിപ്പ്, അന്നമ്മച്ചേട്ടത്തി സൗമ്യ രാജീവ്, അപ്പാപ്പൻ ശ്രീകുമാർ ആറന്മുള, പാലമുറ്റത്ത് സണ്ണി രാജേഷ് ഓംചേരി, ജാൻസി, രേഷ്മ എന്നീ കഥാപാത്രങ്ങളിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ പുതുമുഖ നായികമാർ ശ്രീജ രാജേഷ് ആൻഡ് അർച്ചന ജിഷ്ണു. നാടകരചന പ്രദീപ് ജോൺ. ആവിഷ്കാരം ലിനു വി ഐസക്. ശബ്ദ സാങ്കേതിക സഹായം ബിബിൻ മേനോൻ. വസ്ത്രാലങ്കാരം രാജീവ് A. പിള്ള. രംഗപടം ജിഷ്ണു ബാലചന്ദ്രൻ. ഗതാഗതം രാജേഷ് പിള്ള. മിക്സിംഗ് ജയകുമാർ KC. സഹസംവിധാനം ശ്രീകുമാർ ആറന്മുള. സംവിധാനം സുരേഷ് കലഞ്ഞൂർ. എടാ രാഘവ, ഇവൻ എവിടെ പോയി കിടക്കുക? ഒരു ഉത്തരവാദിത്വം ഇല്ല. പശു കെട്ടഴിഞ്ഞ് കച്ചിത്തുന്നടുത്ത് പോയി നിൽക്കുന്നത് കണ്ടില്ലേ? എൻ്റെ ജാൻസി മോളും രേഷ്മ കുഞ്ഞും ദുബൈയിൽ നിന്ന് വന്നിട്ട് വായിക്ക് രുചിയുള്ള എന്തെങ്കിലും നീ ഉണ്ടാക്കി കൊടുത്തോ? എൻ്റെ ഏലിക്കുട്ടി. മതി 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 മതി. ഇനി എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. ഏലിക്കുട്ടി മരിക്കുമ്പോൾ പറക്കമുറ്റാത്ത ജാൻസി മോളെ ഈ കൈവെള്ളയെ വെച്ചാ വളർത്തിയെന്നല്ലേ അച്ചായൻ പറയാൻ വന്നേ? ഓ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? നിന്നെ ഉണ്ടല്ലോ, മര്യാദയ്ക്ക് വീടടിച്ചു വാരി പിള്ളേർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊടു. അല്ല മോളെ, നിന്റെ ഡോക്ടർ ദേഹവും സാന്ദ്രമോളും വരാത്തതെന്താ? മൂത്തവളെ കണ്ടിട്ട് എത്ര നാളായി. ആണ്ടിൽ വരുന്ന നിന്നെയും കൊച്ചുമക്കളെയും കാണാൻ വേണ്ടിയാ ഞാൻ മരിക്കാതെ കാത്തിരിക്കുന്നത്. അതും കൂടി ഇല്ലെന്ന് വെച്ചാ അല്ല മക്കളെ, നിങ്ങൾ വന്നപ്പോ മുതല് ഈ കുന്ത്രാണ്ടം നോക്കി ഇരിക്കുവാണല്ലോ. അപ്പച്ചൻ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇത് കണ്ടോ? ഇന്നലെ ഞാനിട്ട ഫേസ്ബുക്ക് പ്രൊഫൈലിന് 500 ലൈക്കാ. എവിടെ നോക്കിയാ ലൈക്ക്? അമേരിക്ക, ഇംഗ്ലണ്ട്, ബാംഗ്ലൂർ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാ എനിക്ക് ലൈക്ക് ഇട്ടിരിക്കുന്നത്. ഞാൻ അത്രയ്ക്കും സുന്ദരിയാണോ അപ്പച്ച? ജാൻസി മോളെ, ഈ ലേക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? ലേക്ക് അല്ല അപ്പച്ച, ലൈക്ക്. 500 പേർ കുഞ്ഞിന്റെ ആരാധകരെന്നോ? ചേട്ടൻ്റെ ഒന്ന് ഫോട്ടോ ഇട്ട് നോക്ക്. നിങ്ങളുടെ കൂട്ടുകാരെ പോലും ലൈക്ക് കിട്ടത്തില്ല. കുഞ്ഞുനാളിലെ ഞാൻ ഈ വീട്ടിൽ കയറിയതാ. എനിക്ക് എവിടുന്ന കൂട്ടുകാർ? മോളെ, ഈ പരിചയമില്ലാത്തവരുടെ ലേക്കൊക്കെ നമുക്കെന്തോത്തിനാ? അപ്പച്ചൻ ഒന്നും അറിയത്തില്ല. ഒരു ഐപാഡും മൊബൈലും കിട്ടിയാൽ ലോകം മുഴുവൻ നമ്മുടെ വിരൽ തുമ്പിലാ. എന്റെ കണവൻ ജോർജ് ഒരു കൺട്രിയാ. അങ്ങേർക്ക് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും ഇല്ല. ഏതായാലും ജാൻസി കുഞ്ഞിനെ കെട്ടിയതിന് ശേഷം ജോർജ് കുട്ടിയുടെ ദോഷമെല്ലാം പോയി കാണും. അപ്പൊ ദോഷമുണ്ടെന്ന് സമ്മതിച്ചേ?
ഒരു ദോഷമേ ഉണ്ടായിരുന്നുള്ളൂ, സന്തോഷം. അത് പോയി കിട്ടി. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ എൻ്റെ മോൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഞാൻ എങ്ങനെ വളർത്തിയതാ. വളർത്തിയ കാര്യമൊന്നും പറയണ്ട. അതുകൊണ്ട് എനിക്ക് കിട്ടാതെ പോയ എല്ലാ സ്വാതന്ത്ര്യം നൽകി തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണോ ഇവിടെ നീ അടിവസ്ത്രം മാത്രം ഇടിച്ചിരിക്കുന്നത്? അച്ചായോ, അത് ബർമുടയാ. അല്ല, മോളും ലേക്ക് മടിച്ചിരിക്കുവാണോ? മോൾ എല്ലാ പ്രാവശ്യവും പ്രോഗ്രസ് ഇപ്പോൾ എന്നെ കാണിക്കുന്നതാണല്ലോ. ആട്ടെ, കഴിഞ്ഞ പ്രാവശ്യം എത്ര മാർക്ക് കിട്ടി? Velipicha, please don't disturb me. Please check my personal page in Facebook. അച്ചായോ, ഈ വന്ന കാലം നേരിട്ടുള്ള സംസാരമൊന്നുമില്ല, എല്ലാം ഈ കുന്ത്രാണ്ടത്തിൽ കൂടെയാ. മുഖത്ത് നോക്കി വർത്തമാനം പറയാതെ ഈ കുന്ത്രാണ്ടത്തെ നോക്കി ഇരിക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? വല്ലപ്പോഴും 1-2 ദിവസത്തേക്ക് വരുമ്പോൾ വല്ലോ മിണ്ടാനും പറയാനും കാണുമെന്നാ ഞാൻ കരുതിയത്. ആ നമ്മുടെ സണ്ണിച്ചൻ ഇപ്പൊ എവിടെയാ? നമ്മുടെ പാലമുറ്റത്തെ സണ്ണിക്കുട്ടിയല്ലേ, വസ്തുക്കച്ചവടമാ പണി. അപ്പച്ചനെ കാണാൻ ഇപ്പം വരും. ഓ അതെയോ? ജാൻസി ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഈ കവറ് അപ്പച്ചനൊന്ന് കൊടുത്തേക്കോ? അച്ചായന്റെ വകയിലെ പെങ്ങൾ അന്നാമ്മച്ചെടുത്തി വരുന്നുണ്ട്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാനങ്ങ് മാറിയേക്കാം. എടാ രാഘവ, ഇവിടെ ആരും ഇല്ലേ? ഈശോമിശിഹായേ, എന്നെ മാത്രം രക്ഷിക്കണേ, എന്നെ മാത്രം. പുറത്തെ ബഹളം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല പിച്ചക്കാരിയായിരിക്കും. പിച്ചക്കാരൻ നിന്റെ തള്ള. ഓ, മജിസ്ട്രേറ്റ് വന്നായിരുന്നോ? എന്നിട്ടാണോ മുറ്റത്ത് കരിയില വീണ് കിടക്കുന്നത്? ആ ചൂലെടുത്ത് 2 വര വരച്ചാൽ എന്താ നിന്റെ നടു ഒടിഞ്ഞു പോകുമോ? ദുബായിൽ നിന്ന് 2 ദിവസത്തേക്കിന് വന്നതേ മുറ്റടിക്കാനും പാത്രം കഴുകാനും ഒന്നുമല്ല. ഈ തള്ളയുടെ തല ഇതുവരെ തെറിച്ചു പോയില്ലേ? ഇഷ്ടപ്പെട്ടില്ല. ചവിട്ടിത്തുള്ളി ഭൂമി ഒലുക്കി പോകുന്നത് കണ്ടില്ലേ? കണ്ടാൽ അറിയാത്തവള് കൊണ്ടാലറിയും. കൊച്ചെ, കുറെ നേരം ആയല്ലോ നീ ഇതും കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചാറ്റ് ചെയ്യുവാ അമ്മച്ചി. എവിടെയൊക്കെ ഒടുക്കത്തെ ചാറ്റ് കാരണം എത്ര ജീവിതമാ ചീറ്റിപ്പോയത്. ഇപ്പൊ പിള്ളേരെല്ലാം സായിപ്പിന് പഠിക്കുക. കല്യാണം കഴിക്കും, ഉപേക്ഷിക്കും, കല്യാണം കഴിക്കും, ഉപേക്ഷിക്കും. മാരേജ് ചെയ്യും, ഡിവോഴ്സ് ചെയ്യും, മാരേജ് ചെയ്യും, ഡിവോഴ്സ് ചെയ്യും. ഇതൊക്കെ രസമല്ലേ അമ്മച്ചി? വിത്ത് ഗുണം 10 ഗുണം. ഇതൊന്നും കാണാനും കേൾക്കാനുമുള്ള ശേഷി എനിക്കില്ല എന്റെ കർത്താവേ. ഞാൻ പോകുക. ചേട്ടത്തിക്ക് ഇവിടെ അങ്ങ് സ്ഥിരമായിട്ട് കൂടിക്കൂടായോ? പിന്നെ നാട്ടിലെ പെണ്ണുങ്ങളുടെ പേരൊക്കെ നീ എടുക്കോ? ഇപ്പോഴും എത്ര പേരാ എന്നെ അന്വേഷിച്ചു വരുന്നതെന്ന് അറിയാവോ നിനക്ക്? ഏതായാലും ഇന്ന് പോകണ്ട. നേരെ ഒരുപാട് ഇരുട്ടി, ഇഴജന്തുക്കളൊക്കെ ഇറങ്ങുന്ന സമയമാ. അത് നേരാ. കള്ളുഷാപ്പിൽ നിന്ന് ഇഴഞ്ഞു വരുന്ന മനുഷ്യപ്പാമ്പുകളെയാ ഇന്ന് പേടിക്കേണ്ടത്. ഇനി ഏതായാലും രാവിലെ പഴയങ്കഞ്ഞി കുടിച്ചിട്ട് പോകാം.
നല്ല കാന്താരി ഉടച്ച മോര് ഒഴിച്ച് പഴയം കഞ്ഞി കുടിച്ചിട്ട് എത്ര കാലമായി. രാഘവ, ചേട്ടത്തിയെ അകത്ത് കൊണ്ടുപോയി എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തേ. ഓ, ഞാൻ അക്കാര്യം അങ്ങ് മറന്നുപോയി. വല്യപ്പച്ചൻ ഇപ്പൊ ഉണർന്നു കാണും. ഓ ചേട്ടത്തി വന്നട്ടെ, നമുക്ക് അകത്തോട്ട് പോവാം. അപ്പച്ചൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ ഞങ്ങളുടെ കൂടെ വന്ന് ഇനിയുള്ള കാലം നിന്നൂടെ? അപ്പൊ പിന്നെ വല്യപ്പച്ചൻ തനിച്ചാവില്ലേ ഇവിടെ? വല്യപ്പച്ചനെ നമുക്കൊരു വൃദ്ധസദനത്തിലോ മറ്റോ ഏൽപ്പിച്ചാ പോരെ? കുരുത്തം കെട്ടവളെ, നിന്റെ നാവ് പുഴുത്തു പോവും. പഴയ ചെമ്പ് പാത്രം ഉപേക്ഷിക്കുന്ന പോലെ എന്റെ അപ്പനെ വല്ലവരെയും നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ നിന്റെ കൂടെ വരാനോ? നിനക്കെങ്ങനെ മനസ്സ് വന്നു കുഞ്ഞെ ഇങ്ങനെ ചിന്തിക്കാൻ? നിനക്കറിയില്ല ഈ ബന്ധങ്ങളുടെ വില. നീ ഈ കുന്ത്രാണത്തിൽ കളിക്കുന്ന വിരൽത്തുമ്പിലെ ബന്ധമല്ല അപ്പനും മക്കളും കുടുംബവുമായിട്ടുള്ളത്. അല്ലെങ്കിൽ അതും മറ്റൊരു വിരൽത്തുമ്പിലെ ബന്ധമാ. നിനക്കറിയാമോ, ഞാൻ എൻ്റെ അപ്പൻ്റെ കൈവിരൽ പിടിച്ച ഈ മുറ്റത്ത് കളിച്ച് വളർന്നത്. ആ ഒക്കത്തിരുന്ന ഈ വരമ്പത്തൂടെ പള്ളിക്കുടത്തിൽ പോകാൻ തുടങ്ങിയത്. എൻ്റെ അപ്പനേക്കാൾ മുന്നേ എന്നെ അങ്ങോട്ട് വിളിക്കല്ലേ കർത്താവേ. കാരണം എൻ്റെ അപ്പൻ തനിച്ച. ഇവൻ എൻ്റെ അപ്പനെ തെരുവിലെറിയും. തമ്പുരാനെ, നാളെ എൻ്റെ ഗതി എന്താവും? എഴുന്നേറ്റ് നടക്കാൻ മേലാതാവുമ്പോ ഇവളെന്നെ വല്ലയിടത്തും ഉപേക്ഷിക്കുമായിരിക്കും. എന്റെ കർത്താവേ, അയ്യോ വേണ്ടായേ, ഞാൻ പറഞ്ഞത് ഇങ്ങ് തിരിച്ചെടുത്തു. അപ്പച്ചൻ വരണ്ട വരണ്ട വരണ്ട. അല്ല പിന്നെ മോളെ ജാൻസി, നിന്റെ ഫോണല്ലേ അടിക്കുന്നത്? ആ അച്ചായന്റെ ഫോണാ അപ്പച്ച. ഹലോ, ആ അച്ചായ എപ്പോ? എന്നിട്ട് അച്ചായനിപ്പോ എവിടെയാ? നിന്റെ മോളെവിടെയാ? അപ്പച്ചാ, എന്താ മോളെ, എന്തു പറ്റി? നീ തെളിച്ചു പറ. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അപ്പച്ച. മമ്മി, എന്റെ ചേച്ചി, എന്റെ കുഞ്ഞ് ആശുപത്രിയില. എന്റെ കുഞ്ഞ് പക്ഷെ എന്തിന്? അവൾ ആരോടോ ചാറ്റ് ചെയ്തപ്പോൾ അവളുടെ സ്വകാര്യ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തു. അതവൻ മിസ്യൂസ് ചെയ്ത അപ്പച്ച. ഞങ്ങൾക്ക് ഉടനെ പോണോ, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം അപ്പച്ച. പൊക്കോളൂ, പക്ഷെ ഒന്നോർക്കണം, ഈ വകതിരിവില്ലാത്ത പ്രായത്തിൽ പിള്ളേർക്ക് നവമാധ്യമങ്ങളിൽ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ അത് ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. വിരൽ ബന്ധങ്ങൾ കൊണ്ട് നാം ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ നമ്മുടെ സ്വകാര്യതകളെ ലോകവും പുൽകുന്നു. വളരുന്ന തലമുറയ്ക്ക് കാവൽമാലാഹയാകേണ്ട അമ്മമാർ ലോകത്തിനു മുകളിൽ പാറിപ്പറക്കുമ്പോൾ മോഹങ്ങളുടെ ചിറക് വിരിച്ച് നമ്മുടെ കുട്ടികളും പറന്നുയരും. പറക്കമുറ്റാത്ത ആ ചിറകുകൾ കഴുകന്മാർ കൊത്തിയെരിയും. കാലത്തിൻ്റെ കൈകൾക്ക് പോലും പുനഃസൃഷ്ടിക്കാനാകാത്ത നിങ്ങളുടെ നല്ല സ്വകാര്യ നിമിഷങ്ങൾ കുടുംബവുമൊത്ത് പരമാവധി ചിലവഴിക്കുക.